ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങളാണ് ബൂത്തിലെത്തുന്നത്. ഒഡീഷയിലെ 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കും. ഉഷ്ണതരംഗത്തിനിടെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഉഷ്ണതരംഗം അതിശക്തമാണ് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. അതിനിടെയാണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കൂടി വരുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമടക്കം നിർണായക മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് ഇന്ന് നടത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കുറയാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്തായാലും വോട്ടെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ അത് എങ്ങനെയാണ്? പ്രവിധ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട പ്രശ്നം ഉഷ്ണതരംഗം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് ഈ ഉഷ്ണതരംഗം തന്നെയാണ്. ഇന്നലെ രാജസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ദേശീയ ദുരന്തമായിട്ട് ഈ ഉഷ്ണതരംഗത്തെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഒരു ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുന്ന സമയത്ത് കൈക്കൊള്ളേണ്ടി വരുന്ന നടപടികളൊക്കെ പരിഗണിച്ചാൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് അടക്കമുള്ള ദിവസങ്ങളിൽ ഈ ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കക്ഷിയൊന്നും അല്ലെങ്കിൽ പോലും ആ വിധി വന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ആ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും ബൂത്തുകളിലും ഉണ്ടാകണം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ രാത്രി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ബൂത്തുകൾക്ക് മുന്നിലുള്ള നീണ്ട ക്യൂ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്യൂകൾ നിൽക്കുന്നവർക്ക് ഇരിക്കാനായിട്ട് വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അത് നേരിട്ട് വെയിലേൽക്കാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയാകണം ആ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടത്. വെള്ളം ആവശ്യത്തിന് നൽകണം. മാത്രമല്ല ഒരു അടിയന്തര സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് പരിഗണിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം അടക്കമുള്ളവ നൽകേണ്ട ഒരു സാഹചര്യത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40ഓളം പേരാണ് ഇന്നലെ മാത്രം ഈ ഉഷ്ണതരംഗത്തിന്റെ ആഘാതത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പലരും ഈ വോട്ട് ചെയ്യാനെത്തിയ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ പലയിടങ്ങളിലും ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഒഴിവാക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ഉഷ്ണതരംഗത്തെ നേരിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് 7 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. BJPയെ സംബന്ധിച്ച്, ഭരണകക്ഷിയായിട്ടുള്ള BJPയെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലെ അവരുടെ ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന പൂർവാഞ്ചൽ മേഖല, ആ പൂർവാഞ്ചൽ മേഖലയാണ് ഇന്ന് ബൂത്തിലെത്തുന്നത്. ആകെയുള്ള സീറ്റുകളിൽ, മത്സരം നടക്കുന്ന സീറ്റുകളിൽ എല്ലാം നിലനിർത്തുക എന്നുള്ളത് BJPയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമാണ്. എന്നാൽ ഇവിടങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യമായി നിൽക്കുന്നു. അതുകൊണ്ട് അവരും ആ വിധത്തിലാണ് പ്രചരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെ നേരിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. പഞ്ചാബ് അടക്കമുള്ള മേഖലകളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാവിലെ 7 മണി മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിട്ട് ജനങ്ങളെ ആ ബൂത്തിലേക്ക് എത്തിപ്പിക്കാൻ, ഈ ഉഷ്ണതരംഗം ഉണ്ടെങ്കിലും അതിന് പകരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുക. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചാൽ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ, 7 ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കാത്തിരിക്കും രാജ്യം. അതിനുശേഷം ഈ 2 മുന്നണികളും അവരവരുടേതായിട്ടുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ മുന്നണി അവരുടെ യോഗം ചേരുന്നുണ്ട്. കെജ്രിവാളിന് നാളെ ജയിലിലേക്ക് മടങ്ങിയെത്തണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് ചേരുന്നത്. ആ യോഗത്തിൽ എന്തൊക്കെ നയപരിപാടികൾ വേണം, എങ്ങനെയായിരിക്കണം തന്ത്രങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളെ ആണ് വിലയിരുത്തുക. മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികളെ തങ്ങളുടെ ക്യാമ്പിൽ എത്തിക്കാനായിട്ട് NDA കഴിഞ്ഞ ദിവസങ്ങളിൽ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ യോഗവും യോഗത്തിന് അനുബന്ധമായിട്ടുള്ള തീരുമാനവും. ഈ യോഗത്തിൽ മമതാ ബാനർജി എത്തുന്നില്ല. മമതാ ബാനർജി അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി. രാധാകൃഷ്ണൻ, എന്തായാലും മുന്നണികൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തുമ്പോൾ മറ്റൊരു വശത്ത് അതികഠിനമായ ചൂടിനിടെയാണ് ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇന്നത്തെ വോട്ടിങ്ങിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.